AI ഉച്ചകോടിയിൽ രാജ്യത്തെ അപമാനിച്ച രാഹുലും കോൺഗ്രസും ലോക നേതാക്കളും ആഗോള ടെക് ബ്രാൻഡുകളുടെ തലവന്മാരും പങ്കെടുത്ത പരിപാടിയിലാണ് രാഹുലിന്റെയും അനുയായികളുടെയും കോമാളിത്തരം. ഭാരത് മണ്ഡപത്തിൽ ഹാൾ നമ്പർ 5 മുൻപിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജനങ്ങൾ ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇത് പ്രതിഷേധത്തിനുള്ള വേദിയല്ലെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ജനങ്ങൾ പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. രാജ്യത്തെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്താൻ കോൺഗ്രസ് ഇറക്കിയ ആ നാടകത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷർട്ടൂരിഞ്ഞുള്ള പ്രതിഷേധമാണ് കാണുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ലോകം ഉറ്റുനോക്കുന്ന ആഗോള AI ഉച്ചകോടി, അവിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ നേതൃത്വത്തിൽ ഭാരതത്തെ ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെടുത്തുന്ന വിധത്തിലുള്ള നാടകങ്ങൾ അരങ്ങേറിയത്. എന്താണ് അവിടെ സംഭവിച്ചത്? നീലിമ, 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ AI ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപത്തിന്റെ വേദിയിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടിയിലെ ഹാൾ നമ്പർ 5 മുൻപിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ടൂരി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം നടക്കുന്നതിനിടെ അവിടെ കൂടി നിന്ന ജനങ്ങൾ തന്നെ ഇത് പ്രതിഷേധത്തിനുള്ള വേദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓടിച്ചുവിടുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് ലോകത്തിനു മുൻപിൽ തന്നെ ഭാരതം അഭിമാനത്തോടു കൂടിയാണ് ഈ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി അവതരിപ്പിക്കുന്നത്. 20ലധികം വിദേശ ഭരണ തലവന്മാർ, ഒപ്പം 40ലധികം IT കമ്പനികളുടെ മേധാവിമാർ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, ഇവരെല്ലാം പങ്കെടുക്കുന്ന ഭാരതം അഭിമാനത്തോടു കൂടി ലോകത്തിന് മുൻപിൽ വെക്കുന്ന ഉച്ചകോടിക്കുള്ളിൽ കയറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആ ഉച്ചകോടിയുടെയും രാജ്യത്തിന്റെയും അഭിമാനം തകർക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രിമാരുടെയും BJPയുടെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നാണം കെട്ട രാഷ്ട്രീയം രാഹുലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ ഇതിനോടകം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്, എന്നാൽ അത് വേദി അറിയാതെ നടത്തിക്കൊണ്ട് രാജ്യത്തിന് മുഴുവൻ അപമാനമാകുന്ന രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭാരത് മണ്ഡപത്തിൽ AI ഉച്ചകോടിക്കുള്ളിൽ കയറിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ അഭിമാനം മുൻപോട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് ഭാരത് മണ്ഡപത്തിലെ AI ഉച്ചകോടി. ആ ഉച്ചകോടിയിലാണ് 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും അവർ ഷർട്ട് ഊരിക്കൊണ്ട് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത്. നീലിമ. ജിഷ്ണു, ഒപ്പം തന്നെ ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇവർ തീർച്ചയായും രജിസ്ട്രേഷൻ നടത്തിയിട്ടാകുമല്ലോ ഇതുപോലെ ഒരു ആഗോള ഉച്ചകോടിയിലേക്ക് എത്തുന്നത്. അപ്പോൾ മനഃപൂർവ്വം രജിസ്ട്രേഷൻ നടത്തി രാജ്യത്തെ കരിവാരി തേക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ദിവസങ്ങൾക്ക് മുൻപേ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു നാടകമല്ലേ ഈ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ദിലീപ, ഇന്നലെ വിവിധ വിദേശ ഭരണത്തലവന്മാർ പങ്കെടുത്ത പരിപാടിക്ക് ശേഷം ഇന്ന് പൊതുജനങ്ങൾക്ക് ഈ എക്സ്പോ കാണുന്നതിനും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അങ്ങനെ ഡൽഹിയിൽ നിന്നും ഒപ്പം ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ പ്രതിനിധികളുമെല്ലാം തന്നെ ഈ എക്സ്പോയും ഒപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും എത്തിയിരുന്നു. ഇന്ന് പ്രത്യേകം പാസ് ഇല്ലാതെ തന്നെ പൊതുജനങ്ങൾക്കും ഈ ഉച്ചകോടി കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ AI ഉച്ചകോടിക്കുള്ളിൽ എത്തുകയും ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അത് പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പരിപാടി എന്നുള്ളതൊരു BJPയുടെ രാഷ്ട്രീയ പരിപാടിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിപാടിയോ അല്ല. ഭാരതം മുഴുവൻ വിദേശ രാജ്യങ്ങളെയും ആതിഥേയത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. അതിൽ വിവിധ രാജ്യങ്ങളിലെ വിദേശ പ്രതിനിധികളും ഭരണത്തലവന്മാരും പങ്കെടുക്കുന്നു. AI സാങ്കേതിക വിദ്യയുടെ ഭാവിയെക്കുറിച്ചും അതിൽ വിവിധ മേഖലകളിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചുള്ള
ഗൗരവമേറിയ ചർച്ചകൾ, അത്തരത്തിൽ വിവിധ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ആ പരിപാടിയുടെ മാത്രമല്ല മുഴുവൻ രാജ്യത്തിന്റെയും അഭിമാനം തകർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും രാജ്യത്തെ അപമാനിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവൃത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ രൂക്ഷമായ വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിനെതിരെയും ഈ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചകോടി കാണാനെത്തിയ ആളുകൾ എന്നുള്ള രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഈ ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപത്തിലെത്തുകയും അവിടെ ഹാൾ നമ്പർ 5 മുൻപിൽ ഷർട്ട് ഊരിക്കൊണ്ട് പ്രതിഷേധം നടത്തുകയും ചെയ്തത്. നീലിമ, ജിഷ്ണു, ഈ ഘട്ടത്തിലാണ് കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർത്തെടുക്കേണ്ടത്. രാജ്യത്തിനകത്തും പുറത്തും ദേശവിരുദ്ധ പ്രവർത്തനം, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാഹുലിൽ നിന്ന് പതിവായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ദേശവിരുദ്ധരുമായി ചേർന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അങ്ങനെയാണ് കിരൺ റിജിജു രാഹുലിനെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു സമീപനം ഇന്ന് രാഹുലിന്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തിന് അപമാനമല്ലെങ്കിൽ മറ്റെന്താണ് അതിനെ വിളിക്കേണ്ടത്? വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഇരമ്പുന്നത്. ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്നതടക്കം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് ജിഷ്ണു ഇപ്പോൾ. നീലിമ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഹുലിന്റെ നേതൃത്വത്തിൽ, രാഹുലും പ്രിയങ്കയും ഉൾപ്പെടുന്ന നിലവിലെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രവർത്തികൾ ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് പാർലമെന്റിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് BJP പ്രതിപക്ഷത്തിരുന്നപ്പോഴും നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷം കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുമ്പോൾ നിർണായക ഘട്ടങ്ങളിലെല്ലാം തന്നെ രാജ്യത്തെ അപമാനപ്പെടുത്തിക്കൊണ്ടും രാജ്യത്തിന്റെ പൊതു നിലപാടുകൾക്കൊപ്പം നിൽക്കാതെ വിദേശ ശക്തികളുടെ നിലപാടുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായി നിലപാടും പ്രവൃത്തിയും പ്രതികരണവും നടത്തുന്നത് രാഹുലും കോൺഗ്രസ് നേതാക്കളും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്.